ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മളിപ്പം എല്ലാവരും ഗെയിമിൽ ഡെയിലി ലോഗിൻ ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാമല്ലോ, ഇപ്പം ലോഗിൻ ബോണസായിട്ട് ചാൻസ് ഡീലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും കൺഫേം ആയിട്ട് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഏതായാലും നല്ല ലക്കുണ്ടെന്ന് തന്നെ പറയാം. എനിക്കിപ്പോൾ 3 പ്ലെയേഴ്സിന് ഓൾറെഡി അതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ കിട്ടിയ പ്ലെയേഴ്സിനെ കുറിച്ചുള്ള റിവ്യൂവും കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഏതായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 18 ട്രൈ വെച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് നോക്കാൻ കാണാം. എനിക്ക് വാൻ ബൂട്ടനെയും അപ്പോൾ എൻ്റെ നക്കാത്തേനെയും പിന്നെ ഗോൾ കീപ്പർ അബയാട്ടീനെയും ഈ 3 പ്ലെയേഴ്സിനെ എനിക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇനിയിപ്പം ഏതായാലും സെലക്ഷൻ കോൺടാക്ട് ചെയ്യുന്ന കൺഫേം ആയിട്ട് ഒരു പ്ലെയറിനെ എനിക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടിയ 3 പ്ലെയേഴ്സിൻ്റെ റിവ്യൂവും കാര്യമായിട്ട് ഞാൻ പറയാം. പിന്നെ നിങ്ങൾ ആരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ സ്ക്വാഡിലൊന്ന് പോയി നോക്കാം. ഞാൻ കാണിച്ചു തരാം സ്ക്വാഡും കാര്യങ്ങളും. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. ഇതാണ് ഞാൻ ഇപ്പം കളിപ്പിച്ച് നോക്കിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിലവിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ അബയാട്ടി ഗോൾ കീപ്പറായിട്ട് കിട്ടി. എനിക്ക് നിലവിൽ ഒരുപാട് ഗോൾ കീപ്പറുണ്ട്, ഒരുപാടല്ല. സ്മൈക്കിളുണ്ട്, അപ്പോൾ തന്നെ ലോറിസ് ഉണ്ട്, അപ്പോൾ തന്നെ പിന്നെ നമുക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടുന്ന വിക്ടർ ബൈ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ കളിപ്പിച്ച് നോക്കി. എനിക്ക് ഉള്ളത് പറയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ തീരെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു പെർഫോമാണ് ഈ അബയാട്ടിയിൽ നിന്ന് കിട്ടുന്നത്. 6 മാച്ച് ഞാൻ കളിപ്പിച്ചു, അതിൽ 4 മാച്ച് ഞാൻ ലോസായി. മീൻസ് 4 ഗോള് 3 ഗോള് 2 ഗോള് ഇങ്ങനെയാണ് തോറ്റത്. അത്രമേൽ, അതായത് നമുക്ക് സുഖമായിട്ട് സേവ് ചെയ്യാവുന്ന പോലും സേവ് ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് കൊണാമി ഒരു അബയാട്ടിയുടെ എപ്പിക് കാർഡ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആദ്യമായിട്ട് ആ ഗെയിമിൽ വരുന്നു. ഇത് പെസ്സിൽ ഗോൾഡ് ബോളൊക്കെ ആയിരുന്നു, നമുക്കറിയാം. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ കുറച്ച് പവറും കാര്യമൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ എനിക്ക് അങ്ങോട്ട് തീരെ സെറ്റാകുന്നില്ല. ഞാൻ അതായത് പൊസിഷൻ ഗെയിമിൽ കളിപ്പിച്ച് നോക്കി, ക്വിക്ക് കൗണ്ടറിൽ നോക്കി, ലോങ് ബോൾ കൗണ്ടറിൽ നോക്കി, 3ലും ആൾ ഫെയിലാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്നത് എനിക്കറിയില്ല. സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഒരു ഗോൾ കീപ്പർക്ക്, ഒരു എപ്പിക് ഗോൾ കീപ്പർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് വേണ്ടാന്നേ പറയുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് ഇതാണ് സ്റ്റാറ്റ്സും കാര്യങ്ങളും വരുന്നത്. കാര്യം ഹൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനത്തെ പെർഫോമൻസാണ് ഗെയിമിൽ വരുന്നത്. റിഫ്ലക്സ് ഒക്കെ പറ്റ കുറവാണ്. ഞാൻ 2-3 വട്ടം ഇത് പ്രോഗ്രഷൻ റീസെറ്റ് ചെയ്തിട്ടൊക്കെ നോക്കി, പക്ഷേ എന്തോ ഒന്ന് സെറ്റ് ആവുന്നില്ല. 6 മാച്ച് കളിപ്പിച്ചതെന്ന് ഉള്ള ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒരു ഗോൾ കീപ്പർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സൈൻ ചെയ്യുന്ന മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഹൈലൈറ്റ് കാർഡോ പ്ലെയർ ഓഫ് ദ വീക്കോ ഇതിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ടാകും. ഡൊണ്ണരുമ, ടെർ സ്റ്റെഗൻ, അതുപോലെ തന്നെ ന്യൂ ഇയർ, കുട്വ, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൽ എത്രയോ ബെറ്ററാണ് മറ്റേ ഇതിൽ നിന്ന് കിട്ടിയത്, നമുക്ക് ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടുന്ന വിക്ടർ ബയ്യ. ഹൈറ്റും കാര്യങ്ങളും കുറവാണെങ്കിലും നല്ല കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ കാർഡ് അപേക്ഷിച്ചിട്ട്. അപ്പം അതാണ് എനിക്ക് ഗോൾ കീപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്കുള്ളത് വാൻ ബൂട്ടൻ ഞാൻ മുന്നേ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ സിംഗിൾ ബൂസ്റ്റർ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ആ ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലാണ് അതൊക്കെ. പിന്നെ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അടിപൊളി CB ആണെന്ന് കരുതി എടുക്കരുത്. അതെന്ന് വെച്ചാൽ സ്പീഡ് കുറവാണ്. സിംഗിൾ ബൂസ്റ്ററിനെ അപേക്ഷിച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. ഹെഡിങ് ഹൈ ബോളിൽ അടിപൊളി നല്ല പെർഫോമൻസാണ്. ഗ്രൗണ്ട് ബോളും കുഴപ്പമില്ല ചെയ്യും. പക്ഷേ ഇത് അതായത് എംബപ്പെ, A2 പോലുള്ള സ്പീഡി പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ കവർ ചെയ്ത് പോയാൽ പിന്നെ എന്തായാലും ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല വാൻ ബൂട്ടന്. പോരാത്ത നല്ല ബൾക്കി പ്ലെയറാണ്, നല്ല ഹൈറ്റും വെയിറ്റും ആണ്. ഒന്ന് ടേൺ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ഗോൾ കയറിയിട്ടുണ്ടാവും അവിടെ. അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം എനിക്കുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ ഈ കുറഞ്ഞ മാച്ച് കളിപ്പിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയുന്ന. വാൻ ബൂട്ടൻ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ സിംഗിൾ ബൂസ്റ്റർ എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കണ്ടില്ലേ 213 മാച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് CB ആയിട്ടല്ല അധികം കളിപ്പിച്ചേക്കുന്നത്. DMF ആയിട്ടാണ് കളിപ്പിച്ചേക്കുന്നത്. DMF ആയിട്ട് കുഴപ്പമില്ലാത്ത ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബൂസ്റ്റർ വന്നപ്പോൾ ഞാൻ കളിപ്പിച്ച് നോക്കിയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആരുടെ CBക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അത് പിന്നെ ഓരോരുത്തരും സ്ക്വാഡിൽ ആരെയാണ് ആവശ്യം എന്ന് അവർക്കേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആരും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യുക.
അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നഗാത്തയാണ് കിട്ടിയത്. നഗാത്ത ഇപ്പോൾ കിട്ടിയതിൽ എനിക്ക് ഒരു വൃത്തിയായിട്ട് തോന്നിയ ഒരു പ്ലെയറാണ് നഗാത്ത. 23 മാച്ച് ഞാൻ കളിപ്പിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ കളിപ്പിച്ച് നോക്കിയാണ്. 4 ഗോൾ 5 അസിസ്റ്റുമാണ്. അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളും എല്ലാം ഹോൾ പ്ലെയറാണ്, നമുക്കറിയാം. അത് കണ്ടില്ലേ, എല്ലാം ഉണ്ട്. ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, ലോ പാസ് ഉണ്ട്, ഫിനിഷിങ് അത്യാവശ്യമുണ്ട്, സ്പീഡുണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം തികഞ്ഞൊരു പ്ലെയർ എന്ന്. പിന്നെ സൂപ്പർ സപ്പ് സ്കില്ലുണ്ട്. പിന്നെ CMF ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, ഹോൾ പ്ലെയർ ആണെന്ന് പ്രശ്നമില്ല. AMF ആണെങ്കിലും അത്യാവശ്യം ട്രാക്ക് ബാക്ക് വരുന്നുണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്, നല്ല അഗ്രസീവായിട്ട് ബോൾ വിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം നഗാത്ത നല്ലൊരു പ്ലെയർ ആണ് ഇതിൽ, ഈ പാക്കിൽ. അപ്പം ആരെങ്കിലും ഹോൾ പ്ലെയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അപ്പോൾ ഈ 3 പ്ലെയേഴ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിലവിൽ ഇനി ബാക്കി പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് കിട്ടിയെന്ന് വെച്ചാൽ പറയുക. ഇനിയിപ്പം ഇതിൽ ഞാൻ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഏതായാലും നിങ്ങളൊരാളെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കും. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാനിതിന് ചൂസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ബാറ്റിസ്റ്റൂട്ടയാണ്. ബാറ്റിസ്റ്റൂട്ട അല്ല ഞാൻ ചൂസ് ചെയ്യാതിരുന്നത് വേറൊരു പ്ലെയറാണ്. അത് നിങ്ങൾക്ക് ഇപ്പം ഏകദേശം മതിയായി കാണും, മനസ്സിലായി കാണും. അതായത് ഓവനെയാണ് ഞാൻ. എനിക്ക് ഈ പ്ലെയേഴ്സ് ആരും ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഓവനെ ചൂസ് ചെയ്യുള്ളായിരുന്നുള്ളൂ. ഇത് ഓവൻ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ട്. അതായത് ലിവർപൂളിൻ്റെ യങ് വെർഷൻ ഉണ്ട്, സിംഗിൾ ബൂസ്റ്റർ. അതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് അത്രയും സ്റ്റാറ്റ്സ് ഈ കാർഡിന് വരുന്നില്ല, ഡബിൾ ബൂസ്റ്ററായിട്ട് പോലും. 31 വയസ്സുള്ളതാണ്. ഇത് യുണൈറ്റഡിൻ്റെ വെർഷനാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താ, തീരെ ഫിസിക്കൽ കോൺടാക്റ്റ് ഇല്ലയെന്ന്. പക്ഷേ അതൊന്നും നമുക്ക് ഇൻ ഗെയിമിൽ ഫീൽ ചെയ്യില്ല. പിന്നെ ബൾക്കി പ്ലെയേഴ്സ് അതുണ്ടാവുക. അപ്പോൾ എംബപ്പയ്ക്കും നമുക്ക് ഫിസിക്കൽ എന്തുകൊണ്ടെന്ന് നമുക്ക് അറിയാം. എന്നിരുന്നാലും ഓവൻ്റെ എംബപ്പെ അതേ ശൈലിയാണ്, സ്പീഡ് അന്യായ സ്പീഡാണ്. അപ്പം അതൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ ഈ കാർഡ് അത്യാവശ്യം കിക്കിംഗ് പവർ ഉണ്ട്. എൻ്റെ കയ്യിലുള്ള കാർഡിന് കിക്കിംഗ് പവർ പറ്റക്കുറവാണ്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷേ അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഇതുവരെ ആ കാർഡ് കൊണ്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 1500 സംതിങ് എത്ര മാച്ച് കളിച്ചു. ഞാൻ സ്റ്റാറ്റ്സും കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഏതായാലും ഓവനായിരുന്നു. അപ്പോൾ ഓവൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഓവൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാറ്റിസ്റ്റൂട്ടയുടെ കാർഡ് എൻ്റെ കയ്യിലില്ല, യങ് വെർഷൻ. പിന്നെ ഇതും ഗോൾ പൂച്ചറാണ്. ഗോൾ പൂച്ചർ ആയതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ആരെയാണെന്ന് വെച്ചാൽ എടുക്കുന്ന പറയുക. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ പ്ലെയേഴ്സ് അല്ലാതെ പിന്നെ മറ്റൊരു നല്ല പ്ലെയർ എന്ന് ഞാൻ പറയാം ഓഡോയാണ്. ഓഡോ അത്യാവശ്യം നല്ല പ്ലെയറാണ്, 32 ഇയേഴ്സ് ഓൾഡാണ്. പക്ഷേ അതൊന്നൊരു വിഷയമല്ല. നമുക്ക് അതുപോലെ തന്നെ കിട്ടിയായിരുന്നുണ്ട് നമുക്ക് കോസ്റ്റക്കൂട്ട, ഇപ്പോഴും നല്ല അടിപൊളി കളിയാണ്. പിന്നെ എഡ്ജ് ക്രോസിങ് അഡീഷണൽ സ്കില്ല് വരുന്നുണ്ട്. അതുപോലെ ബാറ്റിസ്റ്റൂട്ട എടുക്കുകയാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷിങ് വരുന്നുണ്ട്. ഓവന് സെപ്പറേറ്റ് സ്കില്ലൊന്നുമില്ല, പക്ഷേ നല്ല പ്ലെയറാണ്. ഞാൻ ഓവൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓവൻ തന്നെ എടുക്കുള്ളായിരുന്നു. ഓവൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാറ്റിസ്റ്റൂട്ടയിലേക്ക് പോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റു പ്ലെയറിൽ നോക്കുകയാണെങ്കിൽ ബെർക്യാമ്പ് ഉണ്ട്. ബെർക്യാമ്പ് ആവറേജ് എന്നേ പറയാൻ പറ്റുക. എന്ന് വെച്ചാൽ ബെർക്യാമ്പ് ഈ ഒരു ഏജ്, ഈ ഏജിൽ കൊടുക്കാവുന്ന സ്റ്റാറ്റിൻ്റെ പകുതി സ്റ്റാറ്റ് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യില്ല. ഗെയിം ചേഞ്ചിങ് പാസൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആരെ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തരുടെ ഒപ്പീനിയൻ വ്യത്യസ്തമായിരിക്കും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിതിന് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 3 പ്ലെയേഴ്സിനെ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട്, അപ്പോൾ അതായത് അടുത്ത ആഴ്ച എടുക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെട്ടേ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഓവനെ എടുക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഓവൻ. 1342 മത്സരം കളിപ്പിച്ചു. ഇത് ഓഫ്ലൈൻ ഒന്നുമില്ല, എല്ലാം തന്നെ ഓൺലൈനേ കളിക്കാറുള്ളൂ. ഓഫ്ലൈൻ ഞാൻ റെയറായിട്ട് ഒരു 5-10 കളി ഇത് ഈ സ്ക്വാഡ് വെച്ച് ഞാൻ കളിക്കാറില്ല. അതിന് വേറെ സ്ക്വാഡ് ആയിട്ടല്ലേ. അത് 579 ഗോൾ 219 അസിസ്റ്റും ഉണ്ട്. ഇതൊരു നല്ല കാർഡാണ്. അത് കണ്ടില്ലേ, ഇതിന് 96 വരുന്നുണ്ട് അവയർനെസ്. പിന്നെ ഫിനിഷിങ് 97 വരുന്നുണ്ട്. അത് ഇത്ര ഫിനിഷിങ് വരുന്നില്ല ആ കാർഡ്. പിന്നെ 101 സ്പീഡ് 101 ആക്സലറേഷൻ ഇത് വരുന്നുണ്ട്. അതും ആ കാർഡിന് ഇത്ര വരുന്നില്ല, ഏജ് കൂടുതലായതുകൊണ്ട്. കിക്കിംഗ് പവർ മാത്രമേ ഇതിനൊരു പോരായ്മയുള്ളൂ. പക്ഷേ അത് നമുക്ക് ഇൻ ഗെയിമിൽ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇതല്ലേ ഫിസിക്കൽ കോൺടാക്റ്റ് ഇതിന് 63 വരുന്നുള്ളൂ. അത്ര കുറവാണ് ഇതിന് ഫിസിക്കൽ കോൺടാക്റ്റ്. അതിന് 65-66 വരും ആ കാർഡിന്. എന്നിട്ട് ഈ കാർഡ് ഫിസിക്കൽ കോൺടാക്റ്റാണ് എല്ലാവരും പോരായ്മയായിട്ട് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ട് ഇത്ര മാച്ച് കളിപ്പിച്ചു. എനിക്ക് കിട്ടിയ പിന്നെ ഞാൻ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. 1342 ഓൾറെഡി ഞാൻ കളിപ്പിച്ചു. അധികം ഇപ്പോൾ സബ്ബായിട്ടാണ് ഇറക്കാറ്, എന്നാൽ സ്ക്വാഡിനെ ഒഴിവാക്കാറില്ല. ഇപ്പോഴും നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി ആരും ഓവനെ എടുക്കാതിരിക്കേണ്ടതാണ് എൻ്റെ ഒപ്പീനിയൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.